കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് 7 ഇരട്ടിയായി തിരിച്ചു തരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് അനേകം കുടുംബങ്ങൾക്ക് പരിചയമില്ലാത്ത വചനങ്ങളാണ്. കണ്ടാലും കാണാത്ത പോലെയും കേട്ടാലും കേൾക്കാത്ത പോലെയും നമ്മൾ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന വചനങ്ങളാണ്. അച്ഛൻ അട്ടപ്പാടിയിൽ ഇത് പരിശീലിച്ച് നോക്കിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, അത്ഭുതങ്ങൾ ഈ വചനങ്ങളിലൂടെ കർത്താവ് അട്ടപ്പാടിയിൽ ചെയ്തിട്ടുണ്ട്. 1 രാജാക്കന്മാർ 17-ാം അധ്യായം വായിക്കാം. കർത്താവ് ഏലിയായോട് അരുളി ചെയ്തു, നീ സീദോനിലെ സറഫാത്തിൽ പോയി വസിക്കുക. അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഏലിയ സറഫാത്തിലേക്ക് മടങ്ങി. പട്ടണ കവാടത്തിലെത്തിയപ്പോൾ ഒരു വിധവ വിറക് ശേഖരിക്കുന്നത് കണ്ടു. അവൻ അടുത്ത് ചെന്ന് കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരിക എന്ന് പറഞ്ഞു. അവൾ വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ അവൻ അവളോട് പറഞ്ഞു, കുറച്ച് അപ്പവും കൊണ്ടുവരിക. അവൾ പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവാണേ, എൻ്റെ കയ്യിൽ അപ്പമില്ല. ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ്. ഞാൻ 2 ചുള്ളിവിറക് പിറക്കുകയാണ്. ഇത് കൊണ്ടുചെന്ന് അപ്പം ഉണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം, പിന്നെ ഞങ്ങൾ മരിക്കും. ഏലിയ അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ചെന്ന് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം അതിൽ നിന്നൊരപ്പം ഉണ്ടാക്കി എനിക്ക് തരിക, പിന്നെ നിനക്കും മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. എന്തെന്നാൽ താൻ ഈ ഭൂമിയിൽ മഴ പെയ്യിക്കുന്നത് വരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും കുടുംബവും അവനും അനേക ദിവസങ്ങൾ ഭക്ഷണം കഴിച്ചു. ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിയതുമില്ല. സമൃദ്ധി അങ്ങോട്ട് കൊടുത്തു. ഇങ്ങനെ നിറഞ്ഞ് എടുക്കുന്തോറും നിറഞ്ഞ് വരാൻ തുടങ്ങി. സമൃദ്ധി അങ്ങോട്ട് കൊടുത്തു. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 35-ാമത്തെ അധ്യായത്തിൽ 9 തൊട്ട് 11 വരെ വാക്യങ്ങൾ, അത്യുന്നതം നൽകിയതുപോലെ തിരികെ കൊടുക്കുക. കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക. കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് 7 ഇരട്ടിയായി തിരിച്ചു തരും.